നമ്മളിപ്പോൾ ഉള്ളത് കുന്നത്തൂർ പാടിയാണ്. കുന്നത്തൂർ പാടി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് പോയാൽ പയ്യാവൂരാണ്, ഇങ്ങോട്ട് പോയാൽ പൈസക്കരി, ഇങ്ങോട്ട് പോയാൽ കാഞ്ഞിരക്കൊല്ലി ഭാഗമാണ്. ഈ ഒരു ഭാഗത്താണ് അമ്പലം ഉള്ളത്, കുന്നത്തൂർ പാടി ഉള്ളത്. ഉത്സവ സമയങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാരായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് വരെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ ഈ ഒരു ഭാഗത്ത് വരാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഭാഗങ്ങളിലും വികസനം നടക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ആ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രദേശങ്ങളിൽ ഒരു പ്രദേശമാണ് കുന്നത്തൂർ പാടി. ആ കുന്നത്തൂർ പാടിയിൽ ഏത് സൈഡും, ഈ പൈസക്കരി പോകുന്ന വഴിയായാലും, ഈ പയ്യാവൂരിൽ നിന്ന് വരുന്ന വഴിയായാലും, ഈ കാഞ്ഞിരക്കൊല്ലി പോകുന്ന വഴിയായാലും, ഈ മൂന്ന് ഭാഗങ്ങളിലും ഈ ടാർ ചെയ്യുന്നില്ല, വീതിയില്ല, റോഡുകളൊക്കെ ശോചനീയാവസ്ഥയിലാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുകയാണ്. ഒന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ എത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രയാസം ഇവിടുത്തെ ആൾക്കാർ നേരിടുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഭാഗങ്ങളിലും വികസനം നടക്കുന്നുണ്ട്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ രീതിയിൽ ചെറിയ രീതിയിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാരാൽ താമസിക്കുന്ന ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിൽ വികസനം നടക്കാതെ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ഇവിടുത്തെ അധികൃതർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പഞ്ചായത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനു വേണ്ടൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നല്ല പ്രയാസമുണ്ട്, നല്ല ദുരിതം തന്നെയാണ്. ടൗണിലേക്ക് എത്തണമെങ്കിൽ തന്നെ റോഡിന്റെ അതെ അതുപോലെ പൈസക്കിരി ആ റൂട്ടിലും പോകാൻ പറ്റില്ല. ഒരു വണ്ടി കയറി വന്നാൽ ഒന്ന് ഇറങ്ങി പോവാണ്, സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് ഇവിടുത്തെ ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ടിയിട്ടാണ്. വീതിയില്ല. അപ്പോൾ ആ വീതി ഉണ്ടെങ്കിൽ വണ്ടിക്ക് സ്ഥലം കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു വലിയ ടിപ്പറൊക്കെ വരുവാണെങ്കിൽ വേറെ ഓട്ടോയ്ക്കോ കാറിനോ പോകാനാവില്ല. വിഷമായി വണ്ടി എവിടെയെങ്കിലും ബ്ലോക്കാക്കി വെക്കണം. ആ അവസ്ഥയാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. ഏറ്റവും കഷ്ടപ്പെട്ടാ ഒരു മാർഗ്ഗമില്ല ഇവിടെ. ഏറ്റവും കൂടുതൽ വണ്ടി വാഹന അസൗകര്യം അങ്ങോട്ടവിടെ ഈ പാടാങ്കോട മദർസേസ പള്ളി, കാഞ്ഞിരക്കൊല്ലി റിസോർട്ട്, അവിടെ അങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് ഒരാൾക്കും വഴിക്ക് വണ്ടി വന്നാൽ മാറിക്കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ കാടും കൂടി പിടിച്ചു, സൈഡും 10 മീറ്റർ റോഡുണ്ട്. മൊത്തം മല വീണ്ടി ഇടിഞ്ഞിട്ട് മൊത്തം ബ്ലോക്കായിട്ടുള്ള അത് JCB കോരി മാറ്റിയ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ ഉണ്ട്. ഇത് ആര് മാറ്റണം? ഒരു പഞ്ചായത്ത് ചെയ്യുന്നില്ല. അത് പഞ്ചായത്തുകളുടെ ഫണ്ടില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഫണ്ടില്ലെന്നല്ല പറഞ്ഞേ. ഇതിൽ എത്ര സ്കൂൾ വണ്ടി ഇറങ്ങിപ്പോന്ന വഴിയാണെന്നറിയോ? കുഞ്ഞു മക്കളെ കൊണ്ട് പോകുന്നല്ലേ. അതായത് കോൺട്രാക്ട് മഴ എടുക്കുന്നില്ല, ഇപ്പം എടുക്കുന്നില്ല. പിന്നെ സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റുമോ? ആ അവസ്ഥയിലുള്ളത്. അപ്പോൾ അതിനുള്ള കഷ്ടപ്പെടുന്ന പരിപൂർണമായിട്ടും ജനങ്ങളാണ്. കാരണം മറ്റുള്ളവരൊക്കെ കഷ്ടപ്പെട്ടില്ലല്ലോ, അവർ താമസക്കാരായിട്ടില്ല. അവരത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടും. വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും. ഇന്നലെ പൈസക്കരി അവാർഡ് ഉണ്ടായി, നിങ്ങളും ബൈക്ക് കണ്ടിട്ടില്ലേ? അതുപോലെ സ്ഥലങ്ങൾ സംഭവം എന്തോ മനസ്സിലാവുന്നത്. അതാ ഏറ്റവും ശല്യം. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ദുരിതമാണ്. ഇവിടെയൊക്കെ പിന്നെയും സൗകര്യമുണ്ട്, അങ്ങോട്ട് അതുപോലും സൗകര്യമില്ല. കയറൊക്കെ കാട്ടാന, പിന്നെ പുലി, ആകെ ചോറ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് വാഹനം പോകാനും സൗകര്യമില്ല. രാത്രി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ വളരെ വിഷമമാണ്. കാരണം ഈ ആനേനെയും കടുവേനെയും ഓടിച്ച് പോകാനാവില്ല, റോഡ് സൗകര്യവുമില്ല. അങ്ങനെ ജനകീയ ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് വളരെ വിഷമമാണ്. വളരെ ഏറ്റവും കൂടുതൽ കുന്നത്തൂർ ഏരിയ മുതൽ പാടാമല കാഞ്ഞിരക്കൊല്ലി വരെയാണ് ഏറ്റവും കഷ്ടപ്പാടുള്ളത്. കാരണം ഈ മലമ്പ്രദേശങ്ങളിൽ ആനയും കടുവയും എല്ലാം ഇറങ്ങുന്നുണ്ടല്ലോ. രാത്രി ഒരു മനുഷ്യൻ നടന്ന് റോഡിൽ കൂടെ പോകാൻ പേടിച്ചിട്ട് പോകാൻ കഴിയില്ല, ഒരു മണിക്കൂർ പോകാൻ കഴിയില്ല. ഇന്നലെ കടുവ പട്ടിയെ പിടിച്ചെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട്. ഈ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ഉണ്ട്. അത് ഏറ്റവും ഓണിച്ച് കിടക്കുന്ന ഏരിയ നമ്മുടെ ഈ ഏരിയ. അതെ ഇവിടെ അതിൻ്റെതായ ഒരു വികസനം ഇവിടെ വരുന്നില്ല. എത്ര വർഷമായി ഈ കുന്നത്തൂർ പാടി തുടങ്ങി? എത്ര വർഷമായി? ഇന്ന് വരെ ഇവിടെ വികസനം, ഈ റോഡ് വന്നു, ഇതെല്ലാം വേറെ എന്തെങ്കിലും വികസനം വന്നു ഇവിടെ. ഒരു വണ്ടി സൈഡ് റോഡിന് സൈഡിലാണ് വെക്കുക, വേറെ വണ്ടി വന്നാൽ സൈഡ് ഉണ്ടാവില്ല. പാർക്കിൽ കൊണ്ട് വെക്കൂല അവർ പൈസ കൊടുക്കാൻ പഠിച്ചിട്ട്. ഈ അവസ്ഥയുണ്ട് അവിടെ. വീതിയുണ്ട്, പക്ഷേ റോഡ് മൊത്തം മലവല്ല ഇടിഞ്ഞ് ചാടിയിട്ട് 2 മീറ്റർ ടാറിങ്ങിൽ വരെ മണ്ണാണുള്ളത്. കല്ലും മണ്ണോ ടാറിങ്ങിൽ വരെ ഉള്ളത്. 2 മീറ്റർ അതിൻ്റെ അപ്പുറം സ്ഥലമുണ്ട്. പക്ഷേ ഈ മണ്ണും കല്ലും പോയി മാറ്റിയെങ്കിലേ ആ വീതി വരുള്ളൂ. ഒരു വണ്ടി സൈഡ് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കും? വണ്ടിക്കാരെ മറ്റു കാര്യമുണ്ടോ?
ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്ന ഒരു സാധാരണക്കാർ ജനങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എത്രയോ കാലങ്ങളായി ഈ റോഡുകൾ ഇങ്ങനെ ഈ കുന്നത്തൂർ പാടിയിലെ ഉത്സവം നടക്കുമ്പോൾ തന്നെ ആ സമയത്ത് മാത്രമാണ് ഇവിടെ അധികൃതരും പോലീസുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളിലെ ആൾക്കാരും വരുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ്. പിന്നീട് ഈ ഒരു പ്രദേശവുമായിട്ട് ആർക്കും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ കുന്നത്തൂർ പാടി. ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അതിന് വേണ്ട ഒരു പരിഹാരം, അതിന് വേണ്ട ഒരു വികസനം ഇവിടെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടിയുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.